ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ത്രിലോകാസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൊഡ്യൂൾ 1 കൊട്ടിക്കലാശമാണ്. അതായത് മൊഡ്യൂൾ 1 ലാസ്റ്റ് വീഡിയോ ആണ്. സോ നമുക്ക് സമയം കളയാതെ നമ്മുടെ ഇതിലേക്ക് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ കാണുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പം നമുക്ക് സമയം കളയാതെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ജൂൾ തോംസൺ എഫക്റ്റിനെ കുറിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ജൂൾ തോംസൺ എഫക്റ്റിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് നമ്മളെന്ന് പറയാൻ പോകുന്നത് ലിൻഡസ് പ്രോസസ്സും ക്ലൗഡ്സ് പ്രോസസ്സും. സോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോസസ്സുകളാണിത്. ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് പ്രോസസ്സുകളാണ് ലിൻഡസ് പ്രോസസ്സും ക്ലൗഡ്സ് പ്രോസസ്സും. സോ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. സോ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഈ അപ്പാരറ്റസിൻ്റെ ഒരു ഡയഗ്രമാണ്. ജസ്റ്റ് ഒരു ഡയഗ്രം നമ്മൾ പഠിച്ചു വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇത് തിയറി എഴുതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് സമയം കളയാതെ നമുക്ക് ലിൻഡസ് പ്രോസസ്സിലേക്ക് കടക്കാം. സോ എന്താണ് ലിൻഡസ് പ്രോസസ്സ്? നമുക്കറിയാം, ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോസസ്സാണ് ലിൻഡസ് പ്രോസസ്സ്. ലിൻഡസ് പ്രോസസ്സിൻ്റെ പ്രവർത്തന തത്വം, അതായത് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ജൂൾ തോംസൺ എഫക്റ്റാണ്. സോ ഇത് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് 1825 ലിൻഡസ് ആണ്. ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ജൂൾ തോംസൺ എഫക്റ്റാണ്. നമുക്ക് ഈ ഡയഗ്രം നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഫ്രഷ് ഗ്യാസ് നമ്മൾ ഈ നോസിലൂടെ ഇങ്ങോട്ട് കടത്തുകയാണ്. ഇവിടെ ഒരു സാധനം കാണുന്നുണ്ടാവും. ഇതാണ് കംപ്രസർ എന്ന് പറയും. അതായത് നമ്മുടെ സാധാ എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കുഴലിലൂടെ നമ്മുടെ ഈ ട്യൂബിലൂടെ കടത്തി കംപ്രസറിലെത്തും. കംപ്രസർ എന്താ ചെയ്യുക? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കംപ്രസർ കംപ്രസ് ചെയ്യും. അപ്പം കംപ്രസ് ചെയ്യുമ്പോൾ ആ ഗ്യാസിൻ്റെ പ്രഷർ കൂടൂലേ. അതായത് സാധാ ATM നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള ഫ്രഷ് ഗ്യാസിനെ നമ്മൾ ഈ ട്യൂബിലൂടെ കടത്തി കംപ്രസറിലെത്തിക്കും. കംപ്രസർ എന്ത് ചെയ്യും? അതിനെ 200 ATM മാറ്റും. എന്താക്കും? 200 ATM മാറ്റും. ആ ഗ്യാസ് എന്ത് ചെയ്യും? ഇതിലൂടെ ഈ ട്യൂബിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ ഒരു കൂളർ എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ഗ്യാസിനെ കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൂളർ സിസ്റ്റത്തിലൂടെ നമ്മുടെ ഗ്യാസിനെ കടത്തി വിടും. അങ്ങനെ നമ്മൾ കൂളർ ഗ്യൂസസിലൂടെ ഇങ്ങനെ ഗ്യാസ് കടത്തി വിട്ടിട്ട് നമ്മൾ ഈ ട്യൂബിലൂടെ എങ്ങനെ പോകും? ഈ ട്യൂബ് ശ്രദ്ധിക്കുന്നുണ്ടാവും, ഇതൊരു എസ് ഷേപ്പിൽ ഇങ്ങനെ ജസ്റ്റ് റൗണ്ടായിട്ട് ഇവിടെ ഒരു ദ്വാരം ഉണ്ടാവും. അതാണ് ജെറ്റ് എന്ന് പറയും. ഈ അറ്റത്തൊരു ദ്വാരം ഉണ്ടാവും. ആ ഭാഗത്തെയാണ് ജെറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഗ്യാസ് ഇപ്പോൾ ഉള്ളത് ഹൈ പ്രഷറിലാണ് നമുക്കറിയാം. അതായത് നമ്മൾ കംപ്രസ് ചെയ്തു, എന്നിട്ട് അതിനെ കൂള് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒറൈഫേസിലൂടെ ഇതിലൂടെ ഇങ്ങനെ നമ്മൾ പാസ് ചെയ്ത് ഈ ജെറ്റിലൂടെ പുറത്തേക്ക് പോവുകയാണ്. ചെയ്യുക. ഈ ജെറ്റിൻ്റെ ഈ ഭാഗത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ പ്രഷർ എന്ന് പറയുന്നത് 1 ATM ആണ്. നമുക്കറിയാം, നമ്മുടെ ഗ്യാസ് ഇപ്പോൾ ഉള്ളത് 200 ATM പ്രഷറിലായിരുന്നു. പക്ഷേ അത് 1 ATM നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കുകയാണ്. നമ്മുടെ ഈ വാളൊക്കെ അഡിയബാറ്റിക് ആണ്, ഹീറ്റ് അബ്സോർബ് ചെയ്യോ റിലീസ് ചെയ്യോ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ജൂൾ തോംസൺ എഫക്റ്റ്. അതായത് ഹൈ പ്രഷറുള്ള ഒരു ഗ്യാസ് ലോ പ്രഷറിലേക്ക് അഡിയബാറ്റിക് കണ്ടീഷനിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ആ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കുറയും. സോ നമ്മൾ എന്ത് ചെയ്യും? ആ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് കുറയും. ഇങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ കുറേ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് ലിക്വിഫൈ ആവാനുള്ള ടെമ്പറേച്ചറിലെത്തും. അതാണ് ലിൻഡസ് പ്രോസസ്സിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പ്രൊസീജിയർ: ദ പ്യുവർ ഗ്യാസ് ഈസ് കംപ്രസ്ഡ് ടു അബൌട്ട് 200 ATM പ്രഷർ ആൻഡ് കൂൾഡ് ബൈ ടു റിമൂവ് ദ ഹീറ്റ് ഓഫ് കംപ്രഷൻ. കൂൾ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? Pass through the spiral pipe having a jet at the end, and through the jet the gas expands out into the region of low pressure. Through Joule Thomson effect, the gas get cooled. Through the repetition of this process, temperature of gas become lower and lower and the gas get liquefied. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത്. ജസ്റ്റ് ഒന്ന് ആദ്യം നിങ്ങൾ എന്താ പഠിക്കുന്നത്? നിങ്ങൾ ഇതിൻ്റെ ഡയഗ്രാം വൃത്തിക്ക് വരയ്ക്കാൻ പഠിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലോജിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അത്രയേ ഉള്ളൂ ലിൻഡസ് പ്രോസസ്സ്. നമ്മുടെ ക്ലൗഡ്സ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതും ലിക്വിഫിക്കേഷൻ ഓഫ് ഗ്യാസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ജൂൾ തോംസൺ എഫക്റ്റ് മാത്രമല്ല നടക്കുന്നത്. ഈ ഒരു അപ്പാരറ്റസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജൂൾ തോംസൺ നമ്മുടെ ലിൻഡസ് പ്രോസസ്സിൻ്റെ ഒരു അപ്പാരറ്റസ് തന്നെയാണ്. പക്ഷേ ഇതിലൊരു എക്സ്റ്റൻഷൻ ട്യൂബ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ട്യൂബ് ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ ഒരു പിസ്റ്റൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ജൂൾ തോംസൺ എഫക്റ്റ് ആണ്. ജൂൾ തോംസൺ എഫക്റ്റിനെ കൂടാതെ വേറൊരു സാധനോട് നടത്തുന്നുണ്ട്. ഇപ്പോൾ ലിൻഡസ് പ്രോസസ്സിൻ്റെ സമാനമായിട്ടുള്ള പ്രിൻസിപ്പിളാണ്. അതായത് ഹൈ പ്രഷർ ഫ്രഷ് ഗ്യാസ് ഇങ്ങോട്ട് പോവും, കംപ്രസ് ചെയ്യും, കംപ്രസിനെ തണുപ്പിക്കും, എന്നിട്ട് ജൂൾ തോംസൺ എഫക്റ്റ്. പക്ഷേ ഇവിടെ ഒരു ഓപ്പണിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് ഗ്യാസ് ഫ്ലോ ചെയ്തിട്ട് ഇവിടെ ഞാനൊരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഗ്യാസ് ഫ്ലോ ചെയ്തിട്ട് ഈ പിസ്റ്റൺ എന്ത് ചെയ്യും? പിസ്റ്റണെ പിടിച്ച് തള്ളും. അപ്പോൾ നമുക്കറിയാം, ഒരു സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എനർജി കുറയില്ലേ, അതിൻ്റെ
അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കുറയൂലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ ഇൻറ്റേർണൽ എനർജി കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും, അതുപോലെ തന്നെ ഇൻറ്റേർണൽ എനർജി കുറയുമ്പോൾ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം ഈ വർക്ക് ചെയ്യാൻ വേണ്ടി, ഈ പിസ്റ്റണെ പിടിച്ച് തള്ളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വർക്ക് ചെയ്യില്ലേ? അപ്പോൾ ആ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജിക്ക് എന്താ സംഭവിക്കുക? ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി കുറയും. ദാറ്റ് മീൻസ് അവിടെ ടെമ്പറേച്ചറും കുറയും. സോ ഇവിടെ ജൂൾ തോംസൺ എഫക്റ്റും നടക്കുന്നുണ്ട്, പ്ലസ് എന്ത് ചെയ്യും, ഗ്യാസിനെ കൊണ്ട് വർക്ക് ചെയ്തിട്ട് അതിന് ഇൻറ്റേർണൽ എനർജി കുറച്ചിട്ട് ടെമ്പറേച്ചർ കുറയ്ക്കാനും ശ്രമിക്കുന്നുണ്ട്. സോ ഇത് കുറച്ച് പെട്ടെന്ന് എന്ത് ചെയ്യും, ലിക്വിഫൈ ആവും. കാരണം ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ രണ്ട് തരത്തിലാണ്. ഒന്ന് ജൂൾ തോംസൺ എഫക്റ്റ് വഴി കുറയുന്നുണ്ട്, പിന്നെ ഗ്യാസിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ കുറയ്ക്കുന്നുണ്ട്. സോ ഇതാണ് ക്ലൗഡ്സ് പ്രോസസ്സും. ഇതും ജസ്റ്റ് ഒന്ന് ഈ ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവിടെ രണ്ട് പ്രിൻസിപ്പിൾ വരുന്നുണ്ട്, ജൂൾ തോംസൺ എഫക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കുറച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു, ഗ്യാസിനെ തണുപ്പിക്കുന്നുണ്ട്. സോ ഈ രണ്ട് കാര്യങ്ങൾ അങ്ങ് എഴുതി വെക്കുക. ഇത്രയേ ഉള്ളൂ ലിൻഡസ് പ്രോസസ്സും ക്ലൗഡ്സ് പ്രോസസ്സും. വളരെ സിമ്പിളാണ്. അപ്പം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, ഇത്രയേ ഉള്ളൂ. അപ്പം താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ തെർമോ കെമിസ്ട്രിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ഈ ലൈക്കും സപ്പോർട്ടുമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രേരണ. സോ എന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ബിക്കോസ് ഇതൊരു എല്ലാവർക്കും ഒന്ന് ഉപകാരമാവട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാവുന്നതാണ്. അതിനാണ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് തന്നിട്ടുള്ളത്. സോ നിങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് എക്സാം എഴുതുക. സോ ലിൻഡസ് പ്രോസസ്സും ക്ലൗഡ്സ് പ്രോസസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ, താങ്ക് യു.